ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2024 പുറത്തിറങ്ങിയ സിക്കന്ദർ കാ മുഖ്ദർ എന്ന് പറയുന്ന മൂവിയാണ്. ഒരു ഡയമണ്ട് എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്ത് നിന്ന് 5 ഡയമണ്ട്സ് കാണാതെ പോവുകയാണ്. അതേ തുടർന്ന് നായകനെയും നായികനെയൊക്കെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു കാര്യം കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കുറേയധികം കഷ്ടപ്പാടാണ് ഈ ഒരു മൂവിയിൽ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ആ ഡയമണ്ട് അടിച്ചു മാറ്റിയത് ആരാണെന്നൊക്കെ അറിയാൻ നിങ്ങൾ എക്സൈറ്റഡ് ആണെങ്കിൽ ഈ മൂവി ലാസ്റ്റ് വരെ കാണുക. അപ്പോൾ പറഞ്ഞിനി സമയം കളയുന്നില്ല, നേരെ സ്റ്റോറി നോക്കാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് ഡയമണ്ട്സിന്റെ എക്സിബിഷൻ നടക്കുന്ന വലിയൊരു ഹാള് കാണിക്കുന്നു. ഹൈ സെക്യൂരിറ്റി ഉള്ള ഇവിടെ ഒരുപാട് ഡയമണ്ട്സിന്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. ഇതേ സമയം ആ എക്സിബിഷന് തൊട്ടടുത്തുള്ള അമ്പലത്തിനരികിലുള്ള ഒരു ടെലിഫോൺ ബൂത്തിലേക്ക് ഒരു വ്യക്തി ഓടിച്ചെന്ന് ഒരു നമ്പറിലേക്ക് കോൾ ചെയ്ത് അയാളുടെ കയ്യിലൊരു പേപ്പർ ഉണ്ടായിരുന്നു. ആ പേപ്പറിലുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ പോലീസിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എക്സിബിഷൻ നടക്കുന്ന ഹാളിൽ ഒരു മോഷണം നടക്കുമെന്നും മോഷണം ചെയ്യാൻ പോകുന്നത് ആരൊക്കെയായിരിക്കും എന്നാണ് അയാൾ അങ്ങനെ പോലീസിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അയാൾ പറഞ്ഞ ഈ കാര്യങ്ങൾ കേട്ടതും പോലീസുകാർ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അയാൾ അതൊന്നും പറയാതെ എന്താണോ അയാളുടെ പേപ്പറിലുള്ള കാര്യങ്ങൾ അത് മാത്രം പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുന്നു. അങ്ങനെ ഇപ്പൊ ഇത്രയും വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം കിട്ടിയോണ്ട് പോലീസുകാരാണെങ്കിൽ അവിടുത്തെ CCTV ക്യാമറ എല്ലാം ചെക്ക് ചെയ്യുവാണ്. സെക്യൂരിറ്റി വേഷത്തിലെത്തിയ 4 പേരാണ് അവിടെ മോഷണം നടത്താൻ പോകുന്നതെന്നായിരുന്നു ആ വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പോലീസുകാർ ക്യാമറ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റ് ആണെന്ന് മനസ്സിലാവുന്നു. അങ്ങനെ ഇപ്പൊ പോലീസുകാര് അവിടേക്കാലിട്ട് കൊടുക്കുവാണ്. ഈ സമയം ഡയമണ്ട് മോഷ്ടിക്കാനായിട്ട് അവിടേക്ക് എത്തിയ കള്ളന്മാർക്ക് പ്ലാനിങ് തകരാൻ പോവാണ്. സംഗതി പ്രശ്നമാണെന്ന് മനസ്സിലാവുന്നു. അങ്ങനെ തോക്കൊക്കെ എടുത്ത് അവരോടൊന്ന് തന്ത്രപരമായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ അതിനു മുമ്പേ പോലീസുകാർ അവിടേക്ക് എത്തി അവരെയൊക്കെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തുവാണ്. ശേഷം അവിടെയുള്ള ആൾക്കാരെല്ലാം തടഞ്ഞു വെച്ച് പോലീസുകാർ ഷൂട്ട് ചെയ്ത് വീഴ്ത്തിയ ആ കള്ളന്മാരുടെ എല്ലാം ബോഡി അവിടെ നിന്ന് റിമൂവ് ചെയ്തതിനു ശേഷം മാത്രമേ പുറത്തു വിടുകയുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഹോസ്പിറ്റലിലെ കുറെ നഴ്സുമാരൊക്കെ വന്ന് അവിടുന്ന് കള്ളന്മാരുടെ ബോഡി എല്ലാം കൊണ്ടുപോവാണ്. അതിനുശേഷം അവിടെ തടഞ്ഞു വെച്ചിരുന്ന ആൾക്കാരെല്ലാം റിലീസ് ചെയ്യുവാണ്. നമ്മുടെ നായിക കൂട്ടത്തിലുണ്ടായിരുന്നു. കാമിനി എന്നായിരുന്നു അവളുടെ പേര്. അങ്ങനെ ഇപ്പൊ നമ്മുടെ നായിക ഇതെല്ലാം കഴിഞ്ഞ് അവളുടെ സ്റ്റോളിലേക്ക് വന്ന് നോക്കുന്ന സമയത്ത് അവളുടെ സ്റ്റോളിലുണ്ടായിരുന്ന വളരെ വിലപിടിപ്പുള്ള ഒരു 5 ഡയമണ്ട്സ് കാണുന്നില്ല. അവളുടെ കൂടെ ആ സ്റ്റാളില് മങ്കേഷ് എന്ന് പറയുന്ന ഒരു പ്രായമായ വ്യക്തിയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ നായിക ഈ കാര്യം അയാളോടും പറയുന്നു. അങ്ങനെ ഈ കാര്യം കൊണ്ട് ആകെ ഷോക്കായ അവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിച്ച് ഈ കാര്യം അറിയിക്കുവാണ്. എന്തായാലും കള്ളന്മാർ അത് എടുത്തിട്ടില്ല. അതിനു മുമ്പേ പോലീസുകാർ അവരെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തിയായിരുന്നു. അപ്പൊ അത് ഈ എക്സിബിഷൻ കാണാൻ വേണ്ടി വന്ന ആരും എടുത്തതാണ്. അതുകൊണ്ട് തന്നെ പോലീസുകാർ ഇപ്പം ഈ ഹോളിലുള്ള ആരും പുറത്തേക്ക് പോകില്ല, ഇവിടെ തന്നെ നിൽക്കണമെന്ന് പറയുന്നു. ആ ഡയമണ്ട്സ് ഉണ്ടായിരുന്ന സ്റ്റാൻഡ് പൊട്ടിയ അവസ്ഥയിലാണ്. സോ അത് മനഃപൂർവ്വം ആരും എടുത്തതാണ്. അവിടെ മോഷ്ടിക്കാൻ വേണ്ടി വന്ന കള്ളന്മാര് അവിടുത്തെ CCTV ക്യാമറാസ് എല്ലാം കേടാക്കി വെച്ചുകൊണ്ട് തന്നെ അത് നോക്കി കള്ളനെ പിടിക്കാന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അങ്ങനെ ഇതൊരു തലവേദന പിടിച്ച കേസായി മാറുന്നുണ്ട്. അവര് പെട്ടെന്ന് തന്നെ അവരുടെ സീനിയർ ഓഫീസർ അവിടേക്ക് വിളിച്ചു വരുത്തുന്നു. അദ്ദേഹത്തിന്റെ പേര് ജസ്വീന്ദർ എന്നായിരുന്നു. അങ്ങനെ ഇപ്പൊ അവിടേക്ക് എത്തിയ ജസ്വീന്ദർ വേണ്ട രീതിയിലുള്ള അന്വേഷണങ്ങൾ പോലീസുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ നായികന്റെ അടുത്ത് നിന്ന് ഈ ഡയമണ്ട് എപ്പോഴാണ് മിസ്സിംഗ് ആയെന്ന് ചോദിക്കുന്നു. സാറേ, കള്ളന്മാരും പോലീസുകാരും തമ്മിൽ പ്രശ്നമാവുന്നതിന് മുമ്പ് വരെ ഡയമണ്ട്സ് ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് മിസ്സായിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ ഇതെല്ലാം അറിയുന്ന ജസ്വീന്ദർ അവിടെയുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യാന്ന് വിചാരിക്കുവാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് വിളിച്ച് ചോദ്യം ചെയ്യുവാണ്. അങ്ങനെ ഇവിടെയുള്ള ഓരോ സ്റ്റോളിന്റെയും കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു എംപ്ലോയി ഉണ്ടായിരുന്നു. സിക്കന്ദർ എന്നായിരുന്നു അവന്റെ പേര്. ഇവനാണ് നമ്മുടെ മൂവിയിലെ നായകൻ. അങ്ങനെ അവനെയും പോലീസുകാർ ചോദ്യം ചെയ്യുവാണ്. അങ്ങനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവന്റെ സംസാരത്തില് പോലീസുകാർക്ക് എന്തോ ഒരു സംശയം തോന്നുന്നു. ഈ സംഭവം നടക്കുമ്പോൾ നീ എവിടെയായിരുന്നു എന്ന് അവര് നായകനെ ചോദിക്കുന്ന സമയത്ത് നായകൻ ഒരു സ്ഥലം പറയുന്നു. എന്നാൽ ഇത് കേൾക്കുന്ന അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി സാറേ അവൻ നുണ പറയുവാണ്, അവൻ ആ സമയത്ത് ഇവിടെയായിരുന്നു എന്നും പറഞ്ഞ് മറ്റൊരു സ്ഥലം കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ നായകൻ കള്ളം പറഞ്ഞു എന്ന് മനസ്സിലാവുന്നതോടെ ഇതിൽ ഇവൻ എന്തോ ഒരു പങ്കുണ്ടെന്ന് പോലീസുകാർ ഫൈൻഡ് ചെയ്യുവാണ്. എന്തായാലും വ്യക്തമായ എവിഡൻസ് ഇല്ലാതെ അവനെ അറസ്റ്റ് ചെയ്യാനൊന്നും കഴിയത്തില്ല. അതുകൊണ്ട് അവന്റെ ഡീറ്റെയിൽസ് എല്ലാം വാങ്ങി അവനെ വിടുന്നു. അതിനുശേഷം നായകന്റെ അടുത്തും കൂടെ വർക്ക് ചെയ്യുന്ന വ്യക്തിന്റെ അടുത്തും വന്ന് ചോദിക്കുവാണ് ആ വ്യക്തിനെ ഇതിനു മുമ്പ് നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന്. അങ്ങനെ പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് പരിചയമില്ലാന്ന് ഈ സമയം അവർ പറയുന്നു. ഇതെല്ലാം കേൾക്കുന്ന ജസ്വീന്ദർ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഏറ്റെടുക്കുന്ന കേസുകളെല്ലാം വളരെ നിഷ്പ്രയാസം തെളിയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ജസ്വീന്ദർ. ഇതും അങ്ങനെ തെളിയിക്കാൻ കഴിയുന്നുള്ള ഒരു കോൺഫിഡൻസ് അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ അവിടെ നടന്ന സാഹചര്യം എല്ലാം വിശകലനം ചെയ്ത് അതേ അവസാനം ഒരു കൺക്ലൂഷനിലെത്തുന്നു. ആ വിലപിടിപ്പുള്ള ഡയമണ്ട്സ് കാണാതായതിൽ അയാൾ ആദ്യം സംശയിക്കുന്നത് നമ്മുടെ നായകനെയാണ്. പിന്നെ അയാൾക്ക് സംശയം ആ സ്റ്റാളിൽ വർക്ക് ചെയ്യുന്ന നായകനെ ആ പ്രായമായ വ്യക്തിനെയാണ്. ഒന്നെങ്കിൽ അവർ 3 പേരൊത്തോണ്ടായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക, അതല്ലെങ്കിൽ നായകൻ മാത്രമായിട്ട്. അങ്ങനെ ഇപ്പൊ എന്തായാലും കാര്യം തെളിയിക്കാൻ വേണ്ടി അടുത്ത സീനിൽ അവരെ 3 പേരെയും പോലീസുകാർ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു. അങ്ങനെ 3 കൂട്ടരും എത്തുന്നുണ്ട്. നായകന്റെ ആണെങ്കിൽ കല്യാണം കഴിയുന്നതായിരുന്നു. എന്നാൽ അവള് ഭർത്താവുമായിട്ട് ഡിവോഴ്സ് ആയതാണ്. അവൾക്കാണെങ്കിൽ ഒരു കുട്ടിയുണ്ട്. അങ്ങനെ ഇപ്പൊ ആ കുട്ടീനെയും കൊണ്ടാണ് അവള് സ്റ്റേഷനിലേക്ക് വരുന്നത്. അങ്ങനെ ഇപ്പൊ സ്റ്റേഷനിലേക്ക് എത്തി അവരെ 3 പേരെയും പോലീസുകാർ ചോദ്യം ചെയ്യുന്നു. എന്നാൽ 3 പേരും പറയുന്നത് അവർ ആ ഡയമണ്ട്സ് എടുത്തിട്ടില്ല എന്നാണ്. നഷ്ടമായ 5 ഡയമണ്ട്സിന്റെ വില ഏകദേശം 60 കോടിയോളം വരും. അതുകൊണ്ട് തന്നെ ഈ കേസ് എത്രയും വേഗം തെളിയിക്കുക എന്നുള്ളത് പോലീസുകാർക്ക് അത്രയും പ്രഷറായി മാറിക്കൊണ്ടിരിക്കുന്നു. ജസ്വീന്ദറിന്റെ ഏറ്റവും വലിയ ഡൗട്ട് നായകനെ തന്നെയാണ്. എന്നാൽ എത്ര ചോദിച്ചിട്ടും ഒന്നും അറിയത്തില്ല എന്ന് അവൻ പറയുന്നുണ്ട് അവനെ മർദ്ദിച്ച് അവനെ കൊണ്ട് കാര്യം പറയിക്കാന്ന് അവർ വിചാരിക്കുന്നു. അങ്ങനെ ആ രീതിക്ക് പോലീസുകാർ അവനെ ട്രീറ്റ് ചെയ്യുവാണ്. അങ്ങനെ ആ സീനോടെ കട്ടായി അവിടുന്ന് ഒരു കുറെ വർഷങ്ങൾക്ക് ശേഷം കാണിക്കുന്നു. സർവീസിൽ വളരെ ആക്റ്റീവായിട്ടുള്ള കിട്ടുന്ന ഏത് കേസും എത്രയും വേഗം തെളിയിക്കുന്ന
സംസാരിക്കുന്ന അങ്ങനത്തെ ഒരു ഉദ്യോഗസ്ഥനാണ് ജസ്വീന്ദർ എന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. എന്നാൽ ഇപ്പൊ അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. താടിയെല്ലാം നീട്ടി വളർത്തി ആകെ തോറ്റ അവസ്ഥയിൽ നടക്കുവാണ് അയാള്. സർവീസിലുള്ള ബാക്കി ഒരു പോലീസുകാരും ഇപ്പൊ അദ്ദേഹത്തിനെ റെസ്പെക്ട് ചെയ്യുന്നില്ല. അദ്ദേഹത്തിന്റെ ഇപ്പത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം അന്ന് നടന്ന ആ ഡയമണ്ട് മോഷണമായിരുന്നു. ആ കേസ് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. അത് അയാൾക്ക് അയാളുടെ സർവീസിൽ ഒരു ബ്ലാക്ക് മാർക്ക് ആവുന്നു. അതിന്റെ പേരിൽ സങ്കടം കൊണ്ട് മദ്യപിച്ച് ഡ്യൂട്ടിക്ക് എത്തി. അതിന്റെ പേരിൽ സീനിയർ ഓഫീസേഴ്സിന്റെ അടുത്തുനിന്ന് പണിഷ്മെന്റ് വാങ്ങി. അതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഈ റോബറി കേസിന്റെ പുറകെ നടന്ന് അദ്ദേഹത്തിനാണെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബമൊന്നും ശരിക്കും നോക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ പേരിൽ ഇപ്പൊ ഭാര്യയുമായിട്ട് പ്രശ്നമായി. ഇപ്പൊ കുടുംബജീവിതവും ഡിവോഴ്സിന്റെ വക്കിൽ വന്ന് നിൽക്കുവാണ്. മൊത്തത്തിൽ പറഞ്ഞ ആ ഒരു കേസ് കൊണ്ട് ജസ്വീന്ദർ മൊത്തമായിട്ട് തകർന്നു പോയി. അങ്ങനെ ആകെ തകർന്ന് ജസ്വീന്ദർ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത്. ഈ കേസിൽ ജസ്വീന്ദർ പ്രതിയെന്ന് സംശയിക്കുന്ന നമ്മുടെ നായകനില്ലേ സിക്കന്ദർ, അവൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അബുദാബിയിലായിരുന്നു. അവനിപ്പോ നാട്ടിലേക്ക് വരുന്നുണ്ട്. ഇതായിരുന്നു കിട്ടിയ ഇൻഫർമേഷൻ. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങൾ അറിഞ്ഞതും ജസ്വീന്ദർ കഷ്ടപ്പെട്ട് അവന്റെ നമ്പർ എല്ലാം ഒപ്പിക്കുന്നു. എന്നിട്ട് അവൻ നാട്ടിൽ വന്ന് ഇറങ്ങിയതും അവന്റെ ഫോണിലേക്ക് കോൺടാക്ട് ചെയ്യുവാണ്. എന്നിട്ട് ജസ്വീന്ദർ ഇപ്പൊ അവനോട് നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ, ഞാനാ ജസ്വീന്ദർ, നീ മറന്നു കാണില്ലല്ലോ, ഇങ്ങനെല്ലാം ചോദിക്കുന്നു. അന്നത്തെ കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറെ വർഷങ്ങളായില്ലേ, ഇപ്പൊ ഇയാൾ എന്തിനാ എന്നെ വിളിക്കുന്നതെന്ന് ഈ സമയം നായകൻ ആലോചിക്കുന്നു. ഇതേ സമയം തന്നെ ജസ്വീന്ദർ നായകനോട് പറയുവാണ്, അന്നത്തെ ആ കേസിൽ നിനക്കൊരു പങ്കുമില്ല എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി. സോ എനിക്ക് നിന്നെ ഒന്ന് കണ്ട് നിന്നോട് മാപ്പ് ചോദിക്കണം. ഇങ്ങനെ അയാൾ പറയുന്ന സമയത്ത് നായകൻ ഓക്കെ പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം തന്നെ മീറ്റ് ചെയ്യാന്ന് അവർ തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ ആ സീനുടെ കട്ടായി ഈ സമയത്ത് അന്ന് ആ കേസിൽ നടന്ന ബാക്കി കാര്യങ്ങൾ ഒരു ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കാൻ തുടങ്ങുന്നു. പ്രതിയെന്ന് സംശയിച്ച് അന്ന് ഇവരെ 3 പേരെയും പോലീസുകാര് കോടതിയിൽ ഹാജരാക്കിയായിരുന്നു. പോലീസുകാർ കോടതിയിൽ പറയുന്നത് ആ ഡയമണ്ട് എടുത്തതിന് ശേഷം അത് പോലീസുകാർ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി ഇവരത് വിഴുങ്ങി കാണുമെന്നാണ്. അതുകൊണ്ട് തന്നെ അവരെ സ്കാൻ ചെയ്യാനുള്ള പെർമിഷൻ കോടതി തരണമെന്ന് പറയുന്ന സമയത്ത് കോടതി അത് അവർക്ക് കൊടുക്കുന്നു. അങ്ങനെ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവരുടെ ബോഡിയെല്ലാം സ്കാൻ ചെയ്ത് നോക്കുന്ന സമയത്ത് അവരങ്ങനെ ആ ഡയമണ്ട്സ് വിഴുങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാവുകയാണ്. ഇതേ സമയം കൊണ്ട് അന്ന് പോലീസുകാരെ വിളിച്ച് ആ എക്സിബിഷൻ ഹാളിൽ ആ മോഷണം നടക്കുന്ന ഇൻഫർമേഷൻ കൊടുത്ത വ്യക്തിയില്ലേ, അയാളെ പോലീസുകാര് ആ ഭാഗത്തുണ്ടായിരുന്ന ഏതൊരു CCTV ക്യാമറ വെച്ച് ഫൈൻഡ് ചെയ്യുന്നു. അങ്ങനെ ഇപ്പൊ അയാളെ കൊണ്ടുവന്ന് അയാളെ ചോദ്യം ചെയ്യുവാണ്. സാർ, എനിക്ക് ഈ കേസുമായിട്ടൊരു ബന്ധവുമില്ല. രാവിലെ എന്റെ മകളെ സ്കൂളിലേക്ക് അയക്കാൻ വേണ്ടി ഓട്ടോയിൽ കയറ്റി വിടാൻ വന്നതായിരുന്നു ഞാൻ. അങ്ങനെ ഓട്ടോക്കാരൻ വന്നപ്പോൾ ആ ഓട്ടോയിൽ കയറ്റി ഞാൻ എന്റെ മകളെ വിട്ടു. കുറച്ചുനേരം കഴിഞ്ഞതും എന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. നിങ്ങൾ കുറച്ചുനേരം മുമ്പ് വണ്ടി കയറ്റി വിട്ട നിങ്ങളുടെ മകളെ ഞാൻ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ മകളുടെ ജീവൻ നിങ്ങൾക്ക് തിരിച്ചു വേണമെങ്കിൽ നിങ്ങളുടെ പോക്കറ്റിൽ ഒരു പേപ്പർ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ പേപ്പറിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൾ ചെയ്ത് ആ പേപ്പറിൽ എന്താണോ ഞാൻ എഴുതിയിരിക്കുന്നത് അത് അതേപോലെ തന്നെ പറയണം. ഇത് കേട്ട അയാള് അതേപോലെ ആ നമ്പറിൽ വിളിച്ച് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത്രയാണ് അയാൾ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് ആ പേപ്പറും അയാള് പോലീസുകാർക്ക് വിശ്വാസമാവാൻ വേണ്ടി അവരെ കാട്ടിക്കൊടുക്കുന്നു. ശരിക്കും ഈ കാര്യം ചെയ്ത വ്യക്തി ഇയാളുടെ മകളെ തട്ടിക്കൊണ്ടു പോയതായിട്ട് ഇയാളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ കാര്യങ്ങളെല്ലാം ഇയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ശരിക്കും ഇയാളുടെ മകളെ ആരും തട്ടിക്കൊണ്ട് പോയിട്ടൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഇപ്പൊ അതും ഇയാൾ ഈ സമയത്ത് പോലീസുകാരോട് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ അവിടുന്ന് എവിഡൻസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് പോലീസുകാർ ഇപ്പൊ പിടിച്ചോണ്ട് വന്ന ആ 3 പേരെയും ഒരുപാട് ടോർച്ചർ ചെയ്യുവാണ്. എന്നാൽ പോലീസുകാർ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവർക്കെതിരായിട്ട് ഒരു തെളിവ് പോലും പോലീസുകാർക്ക് കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവർക്ക് 3 പേർക്കും കോടതി ജാമ്യം അനുവദിക്കുന്നു. അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ നായകൻ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. പോലീസുകാരുടെ കയ്യിൽ നിന്ന് അവൻ ഒരുപാട് തല്ലെല്ലാം കൊണ്ടിരുന്നു. അങ്ങനെ അവൻ വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അവനെ അവിടേക്ക് കാണാൻ വേണ്ടി അവന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, അവളുടെ പേര് പ്രിയ എന്നാണ്, അവൾ വരുന്നു. ഇവളൊരു നേഴ്സ് ആയിരുന്നു. ആക്ച്വലി ഇവര് രണ്ടുപേരും കുറെ നാളായിട്ട് പ്രണയത്തിലുമായിരുന്നു. എത്രയും വേഗം കല്യാണം കഴിക്കാമെന്ന് അവർ തീരുമാനം എടുത്തിരുന്നു. എന്നാൽ അതിനിടയ്ക്കാണ് ഇങ്ങനെ ഒരു കേസ് വന്നത്. സോ ഇതിനിടയ്ക്ക് ഇവളെയും കൂട്ടിക്കൊണ്ട് വന്ന ഇതിന്റെ പേരിൽ അവൾ ഒരുപാട് അനുഭവിക്കും. അതുകൊണ്ട് തന്നെ നായകനാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം അവളെ പറഞ്ഞു മനസ്സിലാക്കുവാണ്. അങ്ങനെ ഒരുപാട് സങ്കടത്തോടു കൂടി അവൾ അവിടുന്ന് പോകുന്നു. അടുത്ത ദിവസം നായകൻ ഒരു വക്കീലിനെ പോയി കാണുന്നു. ഇന്ന പോലെ ഈ കേസിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഈ കേസിൽ നിന്ന് തന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി തരണം എന്നൊക്കെ നായകൻ റിക്വസ്റ്റ് ചെയ്യുവാണ്. എന്ന വക്കീലിന് കൊടുക്കാനുള്ള അത്രയ്ക്ക് എമൗണ്ട് ഒന്നും നായകന്റെ കയ്യിലില്ലായിരുന്നു. ആ സമയത്ത് നായകനെ ഹെൽപ്പ് ചെയ്യുന്നത് കാമിനിയാണ്. അങ്ങനെ കേസിന്റെ വിഷയങ്ങൾക്ക് കോടതിയിൽ വന്നും ഇടയ്ക്കിടയ്ക്കെല്ലാം മീറ്റ് ചെയ്തും അവര് തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ആവുന്നു. കാമിനിന്റെ കല്യാണം കഴിഞ്ഞതാണെന്നും ഇപ്പൊ ഭർത്താവുമായിട്ട് ഡിവോഴ്സായി ഒരു സിംഗിൾ മദറായി കുട്ടീനെ നോക്കി നായിക ജീവിക്കുകയാണെന്നുള്ള കാര്യങ്ങളെല്ലാം നായിക ആ സമയത്ത് അവനോട് ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ നായകൻ ഇങ്ങനൊരു കേസിൽ പെട്ടുകൊണ്ട് അവൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് അവനെ പിരിച്ചുവിടുന്നു. അങ്ങനെ ഇപ്പൊ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല ബുദ്ധിമുട്ടായി മാറുന്ന നായകൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു കൺസ്ട്രക്ഷൻ സൈറ്റില് ഒരു സാധാരണ ജോലി കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ ആ കേസിന്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്ന സമയം കൊണ്ട് നായകനും നായികയും പ്രണയത്തിലാവുന്നു. കുറച്ചുനാൾ കഴിയുമ്പോഴേക്കും നായകന്റെ അമ്മ മരിച്ചു പോവുകയാണ്. അവർക്കെന്തോ സുഖമില്ലാതെ കിടപ്പായിരുന്നു. അതുപോലെ തന്നെ കുറെ നാള് വീടിന്റെ വാടക കൊടുക്കാത്തതുകൊണ്ട് നായകനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു. അങ്ങനെ ബാഗെല്ലാം പാക്ക് ചെയ്ത് നായകൻ അവിടുന്ന് നേരെ പോകുന്നത് നായകന്റെ വീട്ടിലേക്കാണ്. അങ്ങനെ നായകൻ നായികനെയും കല്യാണം കഴിച്ച് അവളുടെ കൂടെ ജീവിക്കാനും തുടങ്ങുന്നു. അങ്ങനെ ഇപ്പൊ ആ ഫ്ലാഷ് ബാക്ക് എല്ലാം കട്ടായി പ്രസന്റിലേക്ക് വരുവാണ്. ഇപ്പൊ ഇന്ത്യയിൽ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങി നമ്മുടെ നായകനെ മനീഷ് എന്ന് പറയുന്ന അവന്റെ ഒരു ഫ്രണ്ട് വന്ന് കൂട്ടിക്കൊണ്ട് പോവാണ്. നേരെ കമ്പനിയുടെ അടുത്തേക്കല്ലേ എന്ന് ഈ സമയം മനീഷ് ചോദിക്കുന്നുണ്ട്. ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥനായ ജസ്വീന്ദറിനെ ഒന്ന് കാണണം. അതുകൊണ്ട് അയാളുടെ അടുത്തേക്ക് വേണം ആദ്യം പോവാൻ അവൻ പറയുന്നു. കാരണം എത്രയും വേഗം മീറ്റ് ചെയ്യണമെന്ന് അയാൾ ഇവനോട് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ അടുത്ത സീനിൽ പ്ലാൻ ചെയ്ത പോലെ അവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നു. ഈ സമയത്ത് വീണ്ടും ആ കേസിന്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കാൻ തുടങ്ങുന്നു. നായികയായിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷവും നായകൻ ആ സാധാരണ ജോലിക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ജോലി കൊണ്ട് അവരുടെ ജീവിതമൊന്നും അങ്ങനെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ഈ സമയത്താണ് നായകന്റെ ഫ്രണ്ടായ മനീഷ്, എടാ നീ മുംബൈ വിട്ട് ആഗ്രയ്ക്ക് പോവുകയാണെങ്കിൽ അവിടെ എന്റെ മാമന്റെ കമ്പനിയിൽ നിനക്ക് നല്ലൊരു ജോലി ശരിയാക്കി തരാമെന്ന് പറയുന്നത്. ഇത് കേട്ട നായകൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇവിടെ നിന്ന കുടുംബ ചെലവോ കേസിന്റെ ചെലവോ ഒന്നും നല്ല രീതിക്ക്
കൊണ്ടുപോകാൻ കഴിയില്ലായിരുന്നു. സോ ആഗ്രയിലെ ആ ജോലി കിട്ടി അവിടേക്ക് പോവുകയാണെങ്കിൽ ഇതെല്ലാം നല്ല രീതിയിൽ മാനേജ് ചെയ്യാലോ എന്ന് വിചാരിച്ച് അങ്ങനെ നായകൻ കുടുംബത്തിനെയും കൂട്ടി നേരെ അങ്ങോട്ട് പോകുന്നു. അങ്ങനെ മനീഷ് പറഞ്ഞ പോലെ അവിടെ എത്തിയ നായകന് മാമന്റെ കമ്പനിയിൽ നല്ലൊരു ജോലി അവൻ ശരിയാക്കി കൊടുക്കുന്നു. അങ്ങനെ അവിടുത്തെ ജോലിയും അടുത്ത് തന്നെ താമസ സൗകര്യമൊക്കെ ആയിട്ട് നായകൻ അവിടെ ഒന്ന് സെറ്റ് ആവുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരെ ആ കേസിന്റെ ലാസ്റ്റ് ഹിയറിംഗ് വരുവാണ്. ഇതുവരെ പോലീസുകാർക്ക് ഇവർക്കെതിരെ ഒരു തെളിവും കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് ഇവരെ നിരപരാധിയാണെന്നുള്ള രീതിയിൽ കോടതി ആ കേസ് ക്ലോസ് ചെയ്യുന്നു. അങ്ങനെ ആ കേസിൽ ഉൾപ്പെട്ട അവര് 3 പേരും അതിന്റെ പേരിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടെങ്കിലും ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന ജസ്വീന്ദറിന് അതൊരു വലിയ അടിയായി പോകുന്നു. അയാളുടെ സർവീസിലെ ഒരു ബ്ലാക്ക് മാർക്കായി മാറുന്നു. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് അടുത്ത സീനിൽ നമ്മുടെ നായകൻ വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ അവനെ കാത്തിരുന്നത് മറ്റൊരു ദുഃഖ വാർത്തയായിരുന്നു. അതെന്താ നോക്കിയിട്ടുണ്ടെങ്കിൽ നായകൻ വീട്ടിൽ വന്ന് കയറുമ്പോഴേ നായിക എന്തോ വയ്യാതെ ബോധം കെട്ട് വീഴുവാണ്. അവളെ ആശുപത്രി കൊണ്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവൾക്ക് ലെങ്സിൽ എന്തോ പ്രശ്നമാണെന്ന് മനസ്സിലാവുന്നു. അവളെ സുഖപ്പെടുത്തി എടുക്കണമെങ്കിൽ വലിയൊരു ഓപ്പറേഷൻ വേണം, അതിനൊരുപാട് എമൗണ്ടും വേണം. അങ്ങനെ വേണ്ട ട്രീറ്റ്മെന്റ് എല്ലാം തുടങ്ങിക്കോ, ഞാൻ എത്രയും വേഗം പണമായിട്ട് വരാമെന്നും പറഞ്ഞ് നായകൻ പണം അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഇറങ്ങുവാണ്. എന്നാൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവന് പണമൊന്നും അറേഞ്ച് ചെയ്യാൻ കഴിയുന്നില്ല. അതേസമയം തന്നെ അവർ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിടുന്നു. നായകന്റെ പേരിൽ എന്തൊക്കെ കേസുകളുണ്ടെന്നൊക്കെ ആരോ വന്ന് ഹൗസ് ഓണറോട് പറഞ്ഞു കൊടുത്തു. സോ അങ്ങനെയുള്ള ആൾക്കാരെ എന്റെ വീട്ടിൽ നിർത്താൻ കഴിയില്ല എന്നും പറഞ്ഞാണ് ആ ഹൗസ് ഓണർ അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത്. ഒന്നാമത് നായകൻ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലാണ്. അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെയും കൂടി സംഭവിക്കുമ്പോൾ നായകനകത്ത് തകർന്നു പോകുന്നു. എന്തായാലും കുട്ടികളെ ഈ ഒരു അവസ്ഥയിൽ നായകനെ കൂടെ കൊണ്ടു നടക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് അവരെ ഒരു ആശ്രമത്തിലാക്കുവാണ്. എന്നിട്ട് നായകൻ വീണ്ടും നായകന്റെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പണം അന്വേഷിച്ചിറങ്ങുന്നു. അങ്ങനെ അവിടെയുള്ള കുറച്ച് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ച് നായകൻ കുറച്ച് പണം എല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ട്. എന്നാൽ അതും പോരായിരുന്നു, ഇനിയും പണം വേണമായിരുന്നു. അങ്ങനെ അത് അറേഞ്ച് ചെയ്യാൻ വേണ്ടി വീണ്ടും നടക്കുന്ന സമയത്ത് വഴിയിൽ വെച്ച് കുറച്ച് ആൾക്കാർ നായകൻ അറേഞ്ച് ചെയ്ത പണം തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നു. പാവം നമ്മുടെ നായകന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒന്നാമത്തെ പ്രശ്നങ്ങളാണ്, അതിന്റെ പുറമെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നായകൻ ആകെ മനസ്സുമെടുത്ത് ആത്മഹത്യ ചെയ്യാമെന്നും വിചാരിച്ചുകൊണ്ട് അവിടെയുള്ള ഒരു പാലത്തിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അങ്ങനെ നായകൻ താഴേക്കെടുത്ത് ചാടാൻ തുടങ്ങുന്ന സമയത്ത് ഹോണ് അടിച്ചുകൊണ്ട് അവിടെ കൂടി ഒരു വണ്ടി അങ്ങനെ പാസ് ചെയ്തു പോകുന്നു. ഈ സമയം നായകന് പെട്ടെന്ന് സ്വബോധം തിരിച്ചു കിട്ടുന്നു. ഇതുപോലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ ഇങ്ങനെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയല്ല ചെയ്യേണ്ടത്, ഇതിനെയൊക്കെ നേരിടണം. ഇങ്ങനെ നായകൻ ഈ സമയം വിചാരിക്കുന്നു. അങ്ങനെ ഇപ്പൊ ആ ഫ്ലാഷ് ബാക്ക് എല്ലാം കട്ടായി പ്രശ്നത്തിലേക്ക് വരുന്നു. ഇപ്പൊ നായകൻ ജസ്വീന്ദറിനോട് പറയുവാണ്, അന്നെന്നെ ഒരുപാട് ദ്രോഹിച്ചത് നിങ്ങളൊറ്റ ഒരുതം മാത്രമാണ്. ആ കേസിൽ നിന്ന് ജാമ്യം കിട്ടി നായകൻ പുറത്തിറങ്ങിയതിനു ശേഷം നായകന്റെ ജോലി നഷ്ടമായതും പിന്നീട് നായകൻ ഒരുപാട് ജോലിക്ക് അന്വേഷിച്ചെങ്കിലും ഒരിടത്തും ജോലി കിട്ടാത്തതും ഈ ജസ്വീന്ദർ പറഞ്ഞിട്ടായിരുന്നു. കേസെല്ലാം തീർന്നതിന് ശേഷം നായകൻ ആഗ്രയിൽ പോയി സെറ്റിലായെന്ന് മനസ്സിലായതും അവിടെയും വന്ന് ഹൗസ് ഓണറോട് നായകനെ പറ്റി കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നായകനെ അവിടെ നിന്ന് ഇറക്കി വിടിയിച്ചതും ഈ ജസ്വീന്ദർ ആയിരുന്നു. അതിലെ നായകന്റെ ചികിത്സയ്ക്ക് വേണ്ടി പണം അറേഞ്ച് ചെയ്ത് വരുന്ന നായകന്റെ അടുത്ത് നിന്ന് ആ പണം കുറെ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയില്ലായിരുന്നോ, അവരെയും പറഞ്ഞു വിട്ടത് ഈ ജസ്വീന്ദർ ആയിരുന്നു. അങ്ങനെ നായകൻ ഈ കാര്യങ്ങളെല്ലാം ദേഷ്യത്തോടുകൂടി പറയുന്ന സമയത്ത് ജസ്വീന്ദർ നായകനോട് ചോദിക്കുന്നു, എന്നിട്ട് നീ എങ്ങനെയാണ് ഭാര്യന്റെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പണം അറേഞ്ച് ചെയ്തതെന്ന്? എനിക്ക് വേറെ ആരോടും ചോദിക്കാനില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അവിടെയുള്ള അമ്പലത്തിലെ ഭണ്ഡാരത്തിൽ നിന്ന് കുറെ പണം എടുത്തു. അങ്ങനെയാണ് ആ സാഹചര്യം ഞാൻ തരണം ചെയ്തത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്റെ കൂട്ടുകാരൻ മനീഷ് എനിക്ക് അബുദാബിയിലേക്ക് ഒരു ജോലി ശരിയാക്കി തന്നത്. അങ്ങനെ ഇവിടെ നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ അബുദാബിയിലേക്ക് വണ്ടി കയറി അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഞാൻ എന്റെ കഷ്ടപ്പാടൊക്കെ ഓരോന്നായി തീർത്തോണ്ടിരുന്നു. നാട്ടിലുള്ള ഭാര്യന്റെയും കുട്ടികളുടെയും കാര്യങ്ങളെല്ലാം സെറ്റാക്കി. അങ്ങനെ ഇത്രയും കൊല്ലം കൊണ്ട് ഞാനിപ്പോ ഒന്ന് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുവാണ്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നായകൻ പറയുന്ന സമയത്ത് നീ അബുദാബിയിലാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ നിന്നെ പറ്റി ഒന്ന് അന്വേഷിച്ചായിരുന്നു. നീ നിന്റെ കൂടെ അവിടെ വർക്ക് ചെയ്യുന്ന തപസി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാണെന്ന് ഞാൻ കേട്ടായിരുന്നു. അതിനെപ്പറ്റി നിനക്കൊന്നും പറയാനില്ലേ എന്ന് ജസ്വീന്ദർ ചോദിക്കുന്ന സമയത്ത്, ഓ അതിനെപ്പറ്റി നിങ്ങൾ അറിഞ്ഞോ? ഇങ്ങനെ ചോദിച്ച് നായകൻ അതിനെപ്പറ്റി പറയാൻ തുടങ്ങുന്നു. നായകൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിൽ അവന്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അവന്റെ കോളീഗ് ആയിരുന്നു തപസി. ആക്ച്വലി ഇവര് തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. തപസിക്ക് ആണെങ്കിൽ നായകൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്നാൽ ഇതുവരെ നായകൻ അങ്ങോട്ട് അവളോട് ഇഷ്ടം പറഞ്ഞിട്ടൊന്നുമില്ല. അതുപോലെ അവര് തമ്മിൽ സെറ്റ് ആയിട്ടുമില്ല. അങ്ങനെ ഇപ്പൊ ആ കാര്യങ്ങളും നായകൻ ജസ്വീന്ദറിനോട് പറയുവാണ്. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞതും അന്നത്തെ ആ കേസിൽ ഞാൻ നിന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചു, നീയാണ് പ്രതി എന്ന് ഞാൻ സംശയിച്ചു. അതിന് ഞാനിപ്പോ നിന്നോട് മാപ്പ് ചോദിക്കുവാണെന്ന് പറയുന്നു. ജസ്വീന്ദർ ഇങ്ങനെ മാപ്പ് ചോദിക്കുന്നത് കേൾക്കാൻ വേണ്ടി മാത്രമായിരുന്നു നായകൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പൊ അയാൾ മാപ്പ് ചോദിച്ചപ്പോൾ നായകൻ ഒരുപാട് സമാധാനം തോന്നുന്നു. അങ്ങനെ നായകൻ എന്നാ ശരി ഞാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് അങ്ങനെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്നു. ഈ സമയം ജസ്വീന്ദർ ഒരു നിമിഷം നിൽക്ക്, എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ടെന്ന് പറയുകയാണ്. അപ്പൊ നായകൻ എന്താണെന്ന് ചോദിക്കുന്നു. അന്ന് ആ കേസിൽപ്പെട്ട് നിങ്ങൾ 3 പേരും ആ കേസിന് പുറകെ നടന്ന സമയത്ത് ഞാൻ നിങ്ങളെ 3 പേരെയും ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാൻ കുറച്ച് ആൾക്കാരെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഇപ്പത്തെ നിന്റെ ഭാര്യ അതായത് കാമിനി ഒരു സ്വർണ്ണക്കടയിലേക്ക് കയറിപ്പോയി എന്തൊരു സാധനം വിൽക്കുന്നതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ആ കാര്യം അറിഞ്ഞതും പെട്ടെന്ന് തന്നെ അവിടേക്ക് പോയി ഞാൻ അവളെ അറസ്റ്റ് ചെയ്തു. സംഭവം എന്താ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ഡയമണ്ട് വിൽക്കാൻ വേണ്ടിയായിരുന്നു അവൾ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ അന്ന് നഷ്ടപ്പെട്ട ആ വിലപിടിപ്പുള്ള ഡയമണ്ട്സ് അല്ലായിരുന്നു അത്, അധികം വിലപിടിപ്പില്ലാത്ത സാധാരണ ചെറിയൊരു ഡയമണ്ട്. അന്ന് ആ എക്സിബിഷൻ ഹാളിൽ ആ പ്രശ്നങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് അവൾ നഖത്തിനിടയിൽ ചെറിയൊരു ഡയമണ്ട് ഒളിപ്പിച്ചു വെച്ചായിരുന്നു. പിന്നീട് കേസിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പണച്ചെലവ് വന്നപ്പോൾ ഗതികെട്ട് അവൾ അത് വിൽക്കാൻ വേണ്ടി വന്നതായിരുന്നു. അങ്ങനെ ആ സമയത്ത് അവളെ ഞാൻ കൈയോടുകൂടി പിടികൂടിയപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, എനിക്ക് തെളിവ് മാത്രം മതി, നീയാണ് ബാക്കി ഡയമണ്ട്സും കൂടി എടുത്തതെന്നും പറഞ്ഞ് നിന്നെ ജയിലിൽ അടയ്ക്കാനെന്ന്. ഈ ഒരു കാര്യം ചെയ്തെങ്കിലും മറ്റേ ഡയമണ്ട്സ് ഒന്നും എടുത്തത് താനല്ലാന്ന് അവൾ ആ സമയനോട് പറഞ്ഞു. ആ സമയം ഞാൻ അവളോട് ഒരു ഡിമാൻഡ് വെച്ചു, ശരി നിന്നെ ജയിലിൽ അടയ്ക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്ന ഒരു കാര്യം നീ ചെയ്യണം. സിക്കന്ദറാണോ ആ ഡയമണ്ട്സ് എടുത്തതെന്ന് ഞങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ട്. സോ ഇപ്പൊ നീ അവന്റെ കൂടെയല്ലേ, അവനെ ക്ലോസ് ആയി വാച്ച് ചെയ്ത് നീ അത് കണ്ടുപിടിക്കണം. അതിന് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം നീ ചെയ്യണം. അങ്ങനെ അതിന് അവളെ ഓക്കെ പറഞ്ഞു. നീയാണ് ആ ഡയമണ്ട്സ് എടുത്തെങ്കിൽ കാശിന് ഒരുപാട് അത്യാവശ്യം വന്നാ
നീ അത് പുറത്തെടുക്കുമെന്ന് അറിയായിരുന്നു. അതുകൊണ്ട് കാശിന് ആവശ്യം വരുത്താൻ വേണ്ടി നിന്റെ ഭാര്യനെ കൊണ്ട് അവൾക്ക് അസുഖമുള്ളതായിട്ട് ഞങ്ങൾ അഭിനയിപ്പിച്ചു. അതുപോലെ നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിപ്പിച്ചു. നിന്റെ പൈസ ആൾക്കാരെ കൊണ്ട് തട്ടിപ്പറിപ്പിച്ചു. അങ്ങനെ അത്രയൊക്കെ നിനക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടും നീ ആ ഡയമണ്ട്സ് എടുത്തില്ല. അതിലൂടെ ഞങ്ങൾ മനസ്സിലാക്കി നീ ആ ഡയമണ്ട്സ് അടിച്ചു മാറ്റിയിട്ടില്ലാന്ന്. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ ജസ്വീന്ദർ ആ സത്യമെല്ലാം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് നിന്നെ ഇത്രയും ദ്രോഹിച്ചത്. ഇങ്ങനെയെല്ലാം പറയുമ്പോൾ ഒരുപാട് സങ്കടപ്പെട്ട് അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നു. അവരിങ്ങനെയൊന്നും ചെയ്തതല്ല. തന്റെ ഭാര്യയായ കാമിനി തന്റെ കൂടെ നിന്ന് തന്നെ ചീറ്റ് ചെയ്തില്ലേ? അങ്ങനെ ഇപ്പൊ വീട്ടിലേക്ക് തിരിച്ചെത്തിയ അവനാണെങ്കിൽ അതിനെപ്പറ്റി അവളോട് ചോദിക്കുന്നു. ഈ സമയം കാമിനി കാല് പിടിച്ച് അവനോട് അതിന് മാപ്പ് ചോദിക്കുന്നു. അവരെന്നെ അന്നങ്ങനെ ഭീഷണിപ്പെടുത്തിയപ്പോൾ എനിക്ക് വേറെ നിവൃത്തിയില്ലാതെ ഞാൻ അങ്ങനെ എല്ലാം ചെയ്തു പോയതാണ്. അല്ലെങ്കിൽ ആ ചെറിയ ഡയമണ്ട് ഞാൻ വിൽക്കാൻ ശ്രമിച്ചെന്നും പറഞ്ഞ് അതിന്റെ പേരിൽ ആ വലിയ കേസ് എന്റെ തലയെ കെട്ടിവെച്ച് അവരെന്നെ ജയിലിലടച്ചേനെ. അങ്ങനെ അവളെ ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും നായകൻ ഈ സമയത്ത് പറയുകയാണ്, ഇനി നമ്മൾ തമ്മിൽ ഒരുമിച്ച് ജീവിച്ചാൽ ശരിയാവില്ല. നമുക്ക് തമ്മിൽ പിരിയാം. മാസം മാസം നിനക്ക് ആവശ്യമുള്ള പണമെല്ലാം ഞാൻ നിനക്ക് അയച്ചു തരാം. പക്ഷെ നമ്മൾ തമ്മിൽ ഇനി ഒരു ബന്ധവും വേണ്ട. ഇങ്ങനെയും പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങിയും പോകുന്നു. അങ്ങനെ അവിടുന്ന് നായകൻ നേരെ പോകുന്നത് അവൻ പണ്ട് പ്രണയിച്ചുകൊണ്ടിരുന്ന പ്രിയ എന്ന് പറയുന്ന പെണ്ണിനെ കാണാൻ വേണ്ടിയായിരുന്നു. ആക്ച്വലി അവളൊരു നേഴ്സാണെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പൊ അവൾ ആ ജോലിയെല്ലാം വിട്ട് ഒരു പ്ലാൻ നഴ്സറി എല്ലാം നോക്കി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ അവൻ അവിടേക്ക് എത്തിയതും അവനെ കണ്ടതും അവൾ അവനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അവനൊരു പ്ലാന്റ് സമ്മാനിക്കുവാണ്. അങ്ങനെ അത് കിട്ടിയതും സിക്കന്ദർ ഒരുപാട് ഇമോഷണൽ ആവുന്നു. ഇത്രയും നാൾ അവൻ കാത്തിരുന്നത് ഈ ഒരു പ്ലാന്റ് തന്റെ കയ്യിലേക്ക് കിട്ടാൻ വേണ്ടിയായിരുന്നു. ഈ സമയം നമ്മൾ വിചാരിക്കും ഇതിന് മാത്രം ആ പ്ലാന്റിൽ എന്താണുള്ളതെന്ന്. ഇവിടെയാണ് മൂവിന്റെ ട്വിസ്റ്റ് വരുന്നത്. ആ പ്ലാന്റ് നട്ടു വെച്ചിരിക്കുന്ന ചട്ടിയിൽ അന്ന് എക്സിബിഷൻ ഹാളിൽ നിന്ന് കാണാതായ 60 കോടിയോളം വില വരുന്ന ആ 5 ഡയമണ്ട്സ് ഉണ്ടായിരുന്നു. അതെ, അന്നത് അവിടുന്ന് അടിച്ചു മാറ്റിയത് നമ്മുടെ നായകൻ തന്നെയായിരുന്നു. അത് അവിടുന്ന് കടത്താനായിട്ട് നായകനെ ഹെൽപ്പ് ചെയ്തത് ഈ പ്രിയയായിരുന്നു. അങ്ങനെ ഇപ്പൊ ആ ഡയമണ്ട്സ് അവന്റെ കയ്യിലേക്ക് എത്തിയോണ്ടാണ് അവൻ ഇത്ര ഇമോഷണൽ ആയത്. അങ്ങനെ ഇപ്പൊ അതും വാങ്ങി പ്രിയന്റെ അടുത്ത് അവൻ പോകാൻ തുടങ്ങുന്ന സമയത്ത് അവൻ പ്രിയനോട് പറയുന്നുണ്ട്, ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് നീയാണ്. അതുകൊണ്ട് ഇതിന്റെ വലിയൊരു പങ്ക് ഞാൻ നിനക്ക് അയച്ചു തരും. നീ അതുമായിട്ട് ഇനിയുള്ള കാലം സന്തോഷമായിട്ട് ജീവിക്കണമെന്ന്. അതിനുശേഷം അവൻ അവിടുന്ന് ബസ്സിൽ കയറി പോകാൻ തുടങ്ങുന്ന സമയത്ത് അവനെ ജസ്വീന്ദർ പിടികൂടുന്നു. ഇതെല്ലാം തന്നെ ജസ്വീന്ദറിന്റെ പ്ലാൻ ആയിരുന്നു. ആക്ച്വലി നായകൻ നാട്ടിലേക്ക് എത്തിയതും നായകനെ വിളിച്ചു വരുത്തി നിനക്ക് ഈ കേസിൽ പങ്കില്ലാന്ന് ഞാൻ മനസ്സിലാക്കിയെന്നൊക്കെ പറഞ്ഞ് അവനോട് മാപ്പ് പറഞ്ഞ് ആ കേസിന് പുറകിലുള്ള തന്റെ അന്വേഷണം എല്ലാം വിട്ടതായിട്ട് നായകനെ തെറ്റിദ്ധരിപ്പിച്ച് ജസ്വീന്ദർ നായകനെ ഈ കേസിലേക്ക് വീണ്ടും ഇറക്കിയതാണ്. ജസ്വീന്ദർ ആ കേസ് വിട്ടു എന്ന് പറയുമ്പോൾ നായകൻ ആ കേസിൽ പങ്കുണ്ടെങ്കിൽ നായകനെ ഡയമണ്ട്സിന്റെ പുറകെ ഇറങ്ങുമെന്ന് ജസ്വീന്ദറിന് അറിയായിരുന്നു. അങ്ങനെ വിചാരിച്ച പോലെ തന്നെ നായകനെ അതിലൂടെ അയാൾക്ക് പിടികൂടാൻ കഴിഞ്ഞു. അങ്ങനെ ഇപ്പൊ നായകനെ കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് ലോക്ക് ചെയ്തിട്ട് അയാൾ ആ പ്ലാനിനടിയിലെ ആ ഡയമണ്ട്സ് എല്ലാം പൊട്ടിച്ചെടുക്കുന്നു. പക്ഷേ ഈ കേസ് വിട്ടുവെന്ന് അന്നേ നിന്നോട് പറയുമായിരുന്നെങ്കിൽ കുറച്ചാൾ മുന്നേ തന്നെ എനിക്ക് ഈ ഡയമണ്ട്സ് കണ്ടെത്തായിരുന്നു. ഇതിപ്പോ കുറച്ച് കൂടുതൽ കാലം ലാഗായി പോയില്ലേ എന്ന് ജസ്വീന്ദർ നായകനോട് പറയുന്നു. ഈ സമയത്താണ് ഈ ഡയമണ്ട്സ് എങ്ങനെയാണ് നായകൻ അടിച്ചു മാറ്റിയെന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കാൻ തുടങ്ങുന്നത്. ആ എക്സിബിഷൻ ഹാളിലെ കമ്പ്യൂട്ടറിലെല്ലാം ചെക്ക് ചെയ്യുന്ന എംപ്ലോയി ആണ് നായകൻ എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് നായകൻ അവിടേക്ക് എത്തുമ്പോഴാണ് ഒരു ദിവസം നായകൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടെയുള്ള 4 സെക്യൂരിറ്റികൾ ആ എക്സിബിഷൻ ഹാളിൽ നിന്ന് ഡയമണ്ട്സ് മോഷ്ടിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. അത് അവരുടെ സിസ്റ്റം ചെക്ക് ചെയ്യുന്ന സമയത്ത് നായകൻ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ നായകൻ അവരെ ഇതിൽ പെടുത്തിയിട്ട് അവരുടെ പ്ലാൻ ഏറ്റെടുക്കാന്ന് വിചാരിക്കുന്നു. അതായത് ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നായകന് എത്രയും വേഗം കുറച്ച് പണം ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. സോ അതിനുവേണ്ടി ഈ ക്രൈം ചെയ്യാനിരിക്കുന്ന ആൾക്കാരെ പോലീസിന് പിടിച്ചുകൊടുത്ത് ആ ഒരു അവസരം മുതലാക്കി ആ ഗ്യാപ്പിൽ അവർ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ചെയ്യാന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ അതിനുവേണ്ടി നായകൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം അവർ പ്ലാൻ ചെയ്തന്ന് മകളെ ഓട്ടോയിൽ കയറ്റി വിട്ട് തിരിച്ചു പോകുന്ന ഒരു വ്യക്തിനെ നോട്ട് ചെയ്യുന്നു. അയാളുടെ പോക്കറ്റിൽ അയാൾ അറിയാതെ നായകനൊരു പേപ്പർ ഇടുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് അയാളെ കോൾ ചെയ്ത് തന്റെ പോക്കറ്റിൽ ഒരു പേപ്പർ ഇട്ടിട്ടുണ്ട്. ആ പേപ്പറിലെ നമ്പറിലേക്ക് വിളിച്ചിട്ട് ആ പേപ്പറിലുള്ള കാര്യങ്ങളെല്ലാം താൻ പറയണമെന്ന് പറയുന്നു. അങ്ങനെ അയാൾ അതേപോലെ ചെയ്യുവാണ്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടതാണല്ലോ. അങ്ങനെ ഈ കാര്യങ്ങൾ അറിഞ്ഞ പോലീസ് അവിടേക്ക് എത്തി ആ ക്രൈം ചെയ്യാനിരുന്ന കള്ളന്മാരെല്ലാം പിടികൂടുന്നു. ആ ഗ്യാപ്പ് കൊണ്ട് നായകനാണെങ്കിൽ അതായത് ആ സംഭവങ്ങളെല്ലാം അവിടെ നടക്കുമ്പോൾ ബാക്കി എല്ലാവരുടെയും കണ്ണ് ആ സംഭവങ്ങളിലേക്കായിരുന്നു. ആ ഗ്യാപ്പ് മുതലാക്കി അവിടെയുള്ള ഗ്ലാസ് ബ്രേക്ക് ചെയ്ത് ആ ഡയമണ്ട്സ് ആരും കാണാതെ കൈക്കലാക്കുന്നു. കുറെ നേരം കഴിഞ്ഞ് പോലീസുകാർ ഷൂട്ട് ചെയ്ത് വീഴ്ത്തിയ ആ കള്ളന്മാരുടെ ബോഡി റിമൂവ് ചെയ്യാൻ വേണ്ടി അവിടേക്ക് നഴ്സുമാർ വരുന്ന സമയത്ത് ആ കൂട്ടത്തിലുണ്ടായിരുന്നു നായകന്റെ കാമുകിയായ പ്രിയ. അവളുടെ അടുത്ത് ആരും കാണാതെ അടിച്ചു മാറ്റിയ ഡയമണ്ടുകളെല്ലാം നായകൻ കൊടുത്തു. അങ്ങനെ ആ കള്ളന്മാരുടെ ബോഡിയുമായിട്ട് അവരവിടുന്ന് പോകുന്ന സമയത്ത് പ്രിയ അത് അവിടുന്ന് കടത്തി. അതുകൊണ്ടായിരുന്നു പിന്നീട് പോലീസ് ചെക്ക് ചെയ്യുന്ന സമയത്തൊന്നും നായകന്റെ കയ്യിൽ നിന്ന് ഡയമണ്ട്സ് കിട്ടാത്തത്. അങ്ങനെ കടത്തുന്ന ഡയമണ്ട്സ് കുറച്ചുനാൾ ഒളിപ്പിച്ചു വെക്ക്, ആവശ്യം വരുമ്പോൾ താൻ വന്ന് വാങ്ങിക്കോളാന്ന് നായകൻ എന്ന് പ്രിയനോട് പറയുന്നുണ്ടായിരുന്നു. അതിനനുസരിച്ചാണ് പ്രിയ അങ്ങനെയല്ല സെറ്റ് ചെയ്തത്. അങ്ങനെ ഇപ്പൊ ഫ്ലാഷ് ബാക്ക് എല്ലാം കട്ടായി പ്രസന്റിലേക്ക് വരുന്ന സമയത്ത് നായകൻ ഇപ്പൊ ജസ്വീന്ദ്രനോട് പറയുവാണ്, അന്ന് മരിക്കാനായിട്ട് ഞാൻ ആ പാലത്തിൽ കയറി നിന്ന സമയത്ത് ആ വണ്ടിയിൽ ഓണും അടിച്ച് അവിടേക്ക് വന്നത് നിങ്ങളാണെന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. നിങ്ങളെ ഞാൻ കണ്ടായിരുന്നു. നിങ്ങൾ എനിക്ക് പണി തരുന്നതാണെന്ന് എനിക്കറിയായിരുന്നു. കാമിനി നിങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് അപ്പൊ തന്നെ സംശയം തോന്നി. ശരി, ഡയമണ്ട്സ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നിന്റെ പ്ലാൻ എന്തായിരുന്നു എന്ന് ചോദിക്കുന്ന സമയം കാമിനിയോട് യാത്ര പറഞ്ഞ് പ്രിയനെ പോയി കണ്ട ഡയമണ്ട്സും വാങ്ങി അവൾക്ക് അതിൽ നിന്നൊരു പങ്കും കൊടുത്ത് ബാക്കിയുള്ള ഡയമണ്ട്സ് കൊണ്ട് അബുദാബിയിലേക്ക് തിരിച്ചു പോകും. അതവിടെ വിറ്റതിന് ശേഷം ആ പണവുമായിട്ട് തപസി എന്ന് പറയുന്ന ആ പെണ്ണിനെയും കൂട്ടി സ്വിറ്റ്സർലാൻഡിലേക്ക് പോകാൻ വേണ്ടിയായിരുന്നു എന്റെ പ്ലാൻ. അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണല്ലോ. ഇനിയുള്ള കാലം അവളുടെ കൂടെ ജീവിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ നായകൻ ഇപ്പൊ അവന്റെ പ്ലാനും ജസ്വീന്ദറിന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഇപ്പൊ ഇതെല്ലാം കേൾക്കുന്ന ജസ്വീന്ദർ നിന്റെ പ്ലാനിങ് എല്ലാം കൊള്ളായിരുന്നു എന്ന് പറയുന്നു. ഈ സമയം
നായകൻ ജസ്വീന്ദ്രനോട്, സാറേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ സാർ ഈ ഡയമണ്ട്സ് എല്ലാം തിരിച്ച് ഹാജരാക്കിയ യാതൊരു പ്രയോജനം കിട്ടാനില്ല. എന്നാൽ അതേസമയം സാറിന്റെ കൂടെ നിൽക്കുവാണെങ്കിൽ ഈ ഡയമണ്ട്സ് നമുക്ക് ഷെയർ ചെയ്യാം. അതിലൂടെ നമ്മുടെ രണ്ടുപേരെയും ജീവിതം നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാം. എന്താ അതിന് സാർ ഓക്കെ ആണോ? ഇത് കേൾക്കുന്ന ജസ്വീന്ദ്ര ഒന്ന് ആലോചിച്ചിട്ട് നായകനെ നോക്കി ചിരിക്കുന്നു. അങ്ങനെ ഇതോടുകൂടി ഈ മൂവി എൻഡ് ചെയ്യുന്നു. ജസ്വീന്ദ്രൻ എന്തായിരിക്കും തീരുമാനിച്ചിട്ടുണ്ടാവുക? നായകന്റെ ഈ ഡീലിന് അയാൾ ഓക്കെ പറയുമോ? അതെയോ സിൻസിയാരിറ്റി വെച്ച് നായകൻ അയാൾ അറസ്റ്റ് ചെയ്യുമോ? നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കണം. അതുപോലെ ഈ മൂവി നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ള കാര്യങ്ങളും കമന്റ് ബോക്സിൽ ഇടുക. ഇനി ഇതുപോലുള്ള നല്ല നല്ല മൂവീസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.